ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത്. കുഷ്ഠം. ഭക്ഷ്യയോഗ്യമായ കൂൺ അഗാരിക്കസ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. എലിപ്പനിയുണ്ടാക്കുന്ന രോഗാണു ലെപ്റ്റോസ് പൈറാ ഇക്ട്രോ ഹെമറാജിക്ക. എയ്ഡ്സ് രോഗം പകരുന്ന രീതി ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക, ഹസ്തദാനം, ആലിംഗനം ഇവയൊന്നുമല്ല. ഉത്തരം ഇവയൊന്നുമല്ല. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. മനുഷ്യന്റെ അസ്ഥികൂടത്തിൽ ആകെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് എത്ര ലിറ്റർ? 40 ലിറ്റർ. ജലത്തിന്റെ pH മൂല്യം എത്ര? 7. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലക്കി വേഴാമ്പൽ. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം സി. ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം ഇ. ചരകൻ ബന്ധപ്പെട്ടിരിക്കുന്ന വിജ്ഞാനശാസ്ത്രം വൈദ്യശാസ്ത്രം. സാർസ് രോഗം നേരിട്ട് ബാധിക്കുന്ന അവയവം ശ്വാസകോശവും ശ്വാസനാളവും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യത്തെ ചെമ്മരിയാടിന്റെ പേര് ഡോളി. നേഴ്സസ് ഡേ ആയി ആചരിക്കുന്ന ദിവസം മെയ് 12. എയ്ഡ്സ് മൂലമുണ്ടാകുന്ന രോഗമാണ് വൈറസ്. പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗം സ്മോൾ പോക്സ്. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് നിലനിർത്തുന്നത് ഏതാണ്? ഇൻസുലിൻ. ബാക്ടീരിയ കാരണമാകാത്ത രോഗം ഏത്? ഇൻഫ്ലുവൻസ. താഴെ പറയുന്നവയിൽ ഹോർമോൺ അല്ലാത്തതേത്? അഡ്രിനാലിൻ, തൈറോക്സിൻ, ഈസ്ട്രജൻ, പെപ്സിൻ. ഉത്തരം പെപ്സിൻ. ശുദ്ധമായ ജലം ഏത്? മഴവെള്ളം. പ്രായപൂർത്തിയായ മനുഷ്യനിലുള്ള രക്തത്തിന്റെ അളവ് എത്ര? 5 മുതൽ 6 ലിറ്റർ വരെ. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഏപ്രിൽ 7. മനുഷ്യ ശരീരത്തിലെ സാധാരണ ഊഷ്മാവ് നില 37 ഡിഗ്രി സെൽഷ്യസ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഡി. ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണ്. പച്ചക്കറി കൃഷിയെ സംബന്ധിച്ച പഠനശാഖ ഒലറി കൾച്ചർ. തേലിൽ കാണുന്ന അമ്ലത്തെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. വായുവിൽ കൂടി പകരാത്ത രോഗം സാർസ്, ആന്ത്രാക്സ്, ജലദോഷം ഇവയൊന്നുമല്ല. ഉത്തരം ഇവയൊന്നുമല്ല. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. സാർസ് രോഗം ബാധിക്കുന്ന അവയവം കാരൾ. സംതിങ് റോങ്. കണ്ണിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ജീവകം എ. എൻഡോസൾഫാൻ കീടനാശിനി രോഗം വിധിച്ചത് ഏത് ജില്ലയിൽ? കാസർഗോഡ്. രക്തം കട്ട പിടിക്കാതാവുന്ന രോഗം ഹീമോഫീലിയ. ലോകത്ത് അധികം ക്ഷയരോഗികളുള്ള രാജ്യം ഇന്ത്യ. ഒട്ടകത്തിന്റെ ഓരോ കാലിലും എത്ര വിരലുകളുണ്ട്? 2. ഏറ്റവും കുറഞ്ഞ ശരാശരി ജീവിതകാലമുള്ള ജന്തു ഏതാണ്? ഈച്ച. താഴെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗമല്ലാത്തത് ഏത്? എയ്ഡ്സ്, ടൈഫോയിഡ്, ചിക്കൻ പോക്സ്, മീസിൽസ്. ഉത്തരം ടൈഫോയിഡ്. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ. തുറന്ന ഹൃദയ ശസ്ത്രക്രിയയുടെ ഉപജ്ഞാതാവ് ആര്? വാൾട്ടർ ലില്ലേഹെൽ.
ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു നീലത്തിമിംഗലം. ആഹാരത്തിലെ പോഷകാംശത്തിലധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ച്? ആമാശയം. ഏറ്റവും അധികം മാംസ്യം അടങ്ങിയിട്ടുള്ളത് ഏതിൽ? ആപ്പിൾ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ഏത് അറയിലാണ് എത്തുന്നത്? വലതു അറയിൽ. പാറ്റല്ല ഏതസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ്? മുട്ടുചിരട്ട. ആൺകൊതുകിന്റെ പ്രധാന ആഹാരം തേനും പഴച്ചാറുകളും. ഉമിനീർ ഏത് ഭക്ഷ്യ ഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്? അന്നജം. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചത് ആര്? ലൂയി പാസ്റ്റർ. ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി അടങ്ങിയത് ഏതിലാണ്? ചെറുനാരങ്ങ. ആർത്രൈറ്റിസ് ഡാഷ് ബാധിക്കുന്ന രോഗമാണ്? ഡാഷിനെ ബാധിക്കുന്ന രോഗമാണ്? സന്ധികളെ. തുടയലിനെ ശരീരശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന പേര്? ഫീമർ. അനാട്ടമി എന്ന ശാസ്ത്രശാഖ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശാരീരിക ഘടന. രക്തത്തിലെ പഞ്ചസാരയെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോൺ? ഇൻസുലിൻ. വരയാടുകളുടെ സംരക്ഷണത്തിനായുള്ള ദേശീയ ഉദ്യാനം? ഇരവികുളം. മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്ര? 7.4. ഏത് വിറ്റാമിൻ ആണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്? വിറ്റാമിൻ സി. പാരമ്പര്യ നിയമങ്ങൾ ഏതു ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെൻഡൽ. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ആര്? ബാൻഡിങ്. പേപ്പട്ടി വിഷം ആദ്യമായി വികസിപ്പിച്ചത്? ലൂയി പാസ്റ്റർ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി? ആമ. സാർസ് എന്ന രോഗം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെ? ചൈന. മനുഷ്യ ശരീരത്തിന്റെ തുലന നിലനിർത്തുന്നത് ഏത് അവയവമാണ്? ഉൾച്ചെവി. പാമ്പുകടി മൂലം തകരാറിലാകുന്ന ശരീരഭാഗം? നാഡീവ്യൂഹം. കടുക്ക, താനിക്ക, നെല്ലിക്ക ഇവ മൂന്നും അറിയപ്പെടുന്ന ഒറ്റനാമം? ത്രിഫല. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏതാണ്? കരിമ്പ്. പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം? മീഥേൻ. നാരങ്ങാനീരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? സിട്രിക് ആസിഡ്. പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഉപകരണം ഉപയോഗിച്ചാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വിറ്റാമിൻ? വിറ്റാമിൻ സി. പച്ചില ചെടിയിൽ നിന്നും രാത്രിയിൽ പുറപ്പെടുവിക്കുന്ന വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. മഞ്ഞപ്പിത്തം എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം? കരൾ. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം? ഹൈഡ്രജൻ സൾഫൈഡ്. കശുമാവിൻ തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന കീടനാശിനി? എൻഡോസൾഫാൻ. തലച്ചോറിൽ നിന്നും ക്രമവിരുദ്ധമായ വൈദ്യുത ചാർജ് സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗം? അപസ്മാരം. കൃത്രിമ പഴസത്ത്, വാസന ദ്രവ്യങ്ങൾ എന്നിവയുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം? എസ്റ്ററുകൾ. ഒരു കുളത്തിലെ ബാക്ടീരിയ, ഫംഗസ് എന്നിവ നശിപ്പിക്കപ്പെട്ടാൽ ആ കുളത്തിലെ പരിസ്ഥിതി വ്യൂഹത്തിലെ ഏത് കണ്ണിയാണ് നഷ്ടപ്പെടുന്നത്? വിഘാടകർ. ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ഡിസംബർ 1. കുരങ്ങുകൾ പരസ്പരം അവയുടെ രോമങ്ങൾക്കിടയിൽ തിരയുന്നതും എന്തോ പെറുക്കി തിന്നുന്നതും കാണാം. എന്താണത്? വിയർപ്പുണങ്ങിയ ഉപ്പുപരൽ. പെൺസിംഹം സാധാരണ ഒരു പ്രാവശ്യം എത്ര കുട്ടികളെയാണ് പ്രസവിക്കുന്നത്? 3 കുട്ടിയെ. വളരെ ആഴത്തിൽ വിതച്ച വിത്ത് മുളയ്ക്കുന്നില്ല. കാരണം? ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട്. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യബന്ധനം. ശീതരക്തമുള്ള ജന്തുക്കളിൽ പെടാത്തത് ഏത്? മത്സ്യം, തവള, പാമ്പ്, പക്ഷി.
ഉത്തരം പക്ഷി. ചരകൻ ഏത് വിജ്ഞാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യശാസ്ത്രം. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന അവസ്ഥ ഗ്ലോക്കോമ. അന്തസ്രാവി ഗ്രന്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിവൃക്കാഗ്രന്ഥി. മനുഷ്യനിൽ ലിംഗനിർണയം നടത്തുന്ന ക്രോമസോം Y. ശബ്ദം വേഗത്തിൽ കടന്നുപോകുന്ന മാധ്യമം ലോഹം. വൈറ്റ് പ്ലാഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയം. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ സി. സസ്യലോകത്തിലെ മാംസ്യ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവിഭാഗം പയറുവർഗം. വായുവിൽ കൂടി പകരുന്ന രോഗമാണ് കോളറ, മഞ്ഞപ്പിത്തം, ക്ഷയം, സന്നിപാതജ്വരം. ഉത്തരം സന്നിപാതജ്വരം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഹ്രസ്വ ദൃഷ്ടിയുള്ള ഒരാൾ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ്. സംതിങ് റോങ്. ഏറ്റവും നീളം കൂടിയ വിഷപ്പല്ലുള്ള പാമ്പ് അണലി. പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം A. രാത്രികാലങ്ങളിൽ ഇലകൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. ആൺ പെൺ ലൈംഗികാവയവങ്ങൾ ഒരേ ശരീരത്തിൽ തന്നെ വഹിക്കുന്ന ജീവികൾ ഉഭയലിംഗ ജീവികൾ, ആൻജിയോസ്പേമുകൾ, കലിംഗകൾ, ഏകലിംഗകൾ. ഉത്തരം കലിംഗകൾ. ജീവികളും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം പ്രതിപാദിപ്പിക്കുന്ന ശാസ്ത്രശാഖ ഇക്കോളജി. വൻമരങ്ങളുടെ ഭംഗി നഷ്ടപ്പെടാതെ അവയെ ചെറിയ പാത്രങ്ങളിൽ ചെറുതാക്കി വളർത്തുന്ന കല ബോൺസായി. ജയ്പൂർ കാലുകൾ കണ്ടുപിടിച്ചത് ആരാണ്? ഡോക്ടർ PK സെഥി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവി. രോഗപ്രതിരോധ ശക്തി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ശ്വേതരക്താണുക്കൾ. കുഞ്ഞുങ്ങളുടെ ശ്വസന നിരക്ക് സാധാരണ മുതിർന്നവരെക്കാൾ കൂടുതലാണ്. സാധാരണ വയറിളക്ക രോഗങ്ങളിൽ ജലനഷ്ടമുണ്ടാകുമ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ലക്ഷണം ശരീര ഊഷ്മാവ് വർദ്ധിക്കുന്നു. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഈഡിസ്. BCG കുത്തിവെപ്പ് കൊണ്ട് തടയാവുന്ന രോഗം ക്ഷയം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായുള്ള സർക്കാർ പദ്ധതി കുടുംബശ്രീ. മുലപ്പാലിൽ എത്ര ഊർജം അടങ്ങിയിട്ടുണ്ട്? 70/100 ml. 70 കിലോ CL/100 ml. മുന്തിരി കൃഷിയുമായി ബന്ധപ്പെട്ടത് വിറ്റികൾച്ചർ. പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. ഭാരം കൂടിയ കരൾ ഉള്ള ജീവി പന്നി. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യമാണ് പ്രമേഹമുണ്ടാവാൻ കാരണം? ആഗ്നേയ ഗ്രന്ഥി. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമേത്? കോളറ. രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവേ. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി. വിറ്റാമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ബെറി. ദൂരെയുള്ള സാധനങ്ങൾ കാണാൻ കഴിയാത്ത ഒരാളിന് ഉപയോഗ്യമായ ലെൻസ് കോൺകേവ് ലെൻസ്. മനുഷ്യ ശരീരത്തിലേക്ക്
വളം, കീടനാശിനി എന്നിവ ദോഷകരമായി കടന്നു ചെല്ലുന്നതിന് കൂടുതൽ സഹായിക്കുന്നത് പഴങ്ങളും പച്ചക്കറികളും. അധികമായി കഴിഞ്ഞാൽ കരളിൽ അടിയുന്ന വിറ്റാമിൻ എ. ചുവന്ന രക്താണുക്കളുടെ ജീവിതകാലം എത്ര ദിവസം? 120 ദിവസം. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര DNA. ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണം കുറയുന്നു. പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്ത ജീവകം ഡി. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം മുള. പഴവർഗത്തിലെ രാജാവ് എന്നറിയപ്പെടുന്ന പഴം മാമ്പഴം. ക്ലോണിങ്ങിലൂടെ പിറന്ന ആടിന്റെ പേര് ഡോളി. ചിരിക്കുന്ന മത്സ്യം ഡോൾഫിൻ. പ്രസവിക്കുന്ന പാമ്പ് അണലി. ഓരോ കാലിനും 2 വിരൽ മാത്രമുള്ള പക്ഷി ഒട്ടകപ്പക്ഷി. പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന പക്ഷി ഏത്? വവ്വാൽ. ആമാശയത്തിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. ഹോമിയോപ്പതിയുടെ പിതാവ് ആര്? സാമുവൽ ഹാനിമാൻ. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകി വരുന്ന മുദ്ര അഗ് മാർക്ക്. പുകയിലയിൽ അടങ്ങിയ വിഷാംശം നിക്കോട്ടിൻ. നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം സി. ക്ലോറിഫ്ലവറിന്റെ ഏതു ഭാഗമാണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്? പുഷ്പം. എക്സിമ എന്ന രോഗം മനുഷ്യന്റെ ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത്? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാവാൻ എത്ര കാലമെടുക്കും? 30 ദിവസം. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രകൃതി സംരക്ഷണ സംഘടന? IUCN. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എല്ലാ വർഷവും സെപ്റ്റംബർ അവസാനത്തെ ഞായറാഴ്ച. മനുഷ്യനേത്രത്തിന്റെ ഏത് ഭാഗമാണ് സാധാരണയായി നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത്? കോർണിയ. ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തം O. ആയുർവേദ ചികിത്സാ രീതി ലഭ്യമായിട്ടുള്ള ഇന്ത്യയിലെ ഏക മാനസിക ആരോഗ്യ കേന്ദ്രം മലപ്പുറം. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ്. താഴെ പറയുന്നതിൽ ഏതിലാണ് ഏറ്റവും അധികം വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നത്? പാൽ, ചെറുനാരങ്ങ, പയർവർഗ്ഗങ്ങൾ, കശുവണ്ടിപ്പരിപ്പ്. ഉത്തരം ചെറുനാരങ്ങ. പരിസ്ഥിതി മലിനീകരണത്തിന്റെ അപകടങ്ങൾ വരച്ചു കാട്ടുന്ന റേച്ചൽ കാർസന്റെ പ്രശസ്തമായ കൃതി നിശബ്ദ വസന്തം. അമിതമായി ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഏത് അവയവത്തിനാണ് കൂടുതൽ നാശമുണ്ടാവുക? കരൾ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കരൾ. ചിറകുകൾ നീന്താനായി ഉപയോഗിക്കുന്ന പക്ഷി പെൻഗ്വിൻ. ആതുര ശുശ്രൂഷ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തി ആര്? ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി പാമ്പ്. ഔഷധികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യമേത്? തുളസി. കൃത്രിമമായി പഴങ്ങൾ പഴുപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാർബൈഡ്. രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥയെ പറയുന്ന പേര് ഹൈപ്പർ ടെൻഷൻ. വൈറസ് ഉണ്ടാക്കുന്ന ഒരു രോഗം ക്ഷയം, ടെറ്റനസ്, കോളറ, എയ്ഡ്സ്. ഉത്തരം എയ്ഡ്സ്. ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി സ്രാവ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായുള്ള ധാതു മിനറൽ ഏത്? കാൽസ്യം. മനുഷ്യനിൽ
എത്ര ജോഡി ക്രോമസോമുകളുണ്ട്? 23. ഗ്ലൂക്കോസ് ഡാഷ് വിഭാഗത്തിൽപ്പെടുന്നു? കാർബോഹൈഡ്രേറ്റ്. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം? ബെറി. ട്രിപ്പിൾ ആന്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങൾ? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ? മജ്ജയിൽ. ശരീരത്തിന്റെ കഴുത്തിനു കീഴ്പോട്ടുള്ള ഭാഗത്ത് റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത്? സ്പൈനൽ കോഡ്. പ്രാണികൾ കടിക്കുന്നത് മൂലം ഡാഷ് രോഗം ഉണ്ടാകുന്നു? മലേറിയ. ആരോഗ്യവാനായ മനുഷ്യന്റെ ബ്ലഡ് പ്രഷർ 80/120 mmHg. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. ഏറ്റവും പഴക്കമുള്ള പുഷ്പമേത്? മഗ്നോലിയ. മനുഷ്യന്റെ നട്ടെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? 33. ഗ്ലോക്കോമ എന്ന രോഗം ബാധിക്കുന്ന അവയവം? കണ്ണ്. സെറികൾച്ചർ എന്ന പദം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പട്ടുനൂൽ കൃഷി. മുണ്ടിരോഗം ശരീരത്തിന്റെ ഡാഷ് ഗ്രന്ഥിയെ ബാധിക്കുന്നു? ഉമിനീർ. ഫോട്ടോ സിദ്ധാന്തത്തിനാവശ്യമില്ലാത്ത വസ്തു? കാർബൺ ഡയോക്സൈഡ്, സൂര്യപ്രകാശം, ഓക്സിജൻ, ക്ലോറോഫിൽ. ഉത്തരം ഓക്സിജൻ. സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര്? ട്യൂബക്ടമി. ഇന്ത്യയിൽ കാണുന്ന ആൾക്കുരങ്ങന്മാർ ഡാഷ് ഇനത്തിൽ പെട്ടതാണ്? ഗിബ്ബൺ. മുട്ടയിടുന്ന സസ്തനി ഏതാണ്? എക്കിഡിന. എയ്ഡ്സ് ബാധിക്കുന്നതിന് കാരണം? വൈറസ്. നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കുവാൻ നിയുക്തമായ അവയവം? വൃക്ക. എലിപ്പനി എന്ന പേരിൽ അറിയപ്പെടുന്ന ശരീരത്തിന്റെ ശരിയായ എലിപ്പനി എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗത്തിന്റെ ശരിയായ പേര് എന്താണ്? ലെപ്റ്റോസ്പൈറോസിസ്. ലോകത്തിൽ ആപ്പിളുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ചൈന. കിവി എന്ന പക്ഷിയുടെ ജന്മദേശം? ന്യൂസിലാൻഡ്. ജീൻ കണ്ടുപിടുത്തത്തിന് നോബൽ സമ്മാനം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ഹർ ഗോവിന്ദ് ഖുരാന. ജീൻ കണ്ടുപിടുത്തത്തിന് നോബൽ സമ്മാനം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഹർ ഗോവിന്ദ് ഖുരാന. ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? സുശ്രുതൻ. ടൈഫോയിഡ് എന്ന രോഗം ഏത് അവയവത്തെ ബാധിക്കുന്നു? കുടൽ. മണ്ണിനെ കുറിച്ചുള്ള പഠനം? പെഡോളജി. ശരീരത്തിലെ രക്തബാങ്ക്? പ്ലീഹ. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം? ജിറാഫ്. മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടുവളർത്തുന്ന രീതിയുടെ പേര് എന്താണ്? ഹൈഡ്രോപോണിക്സ്. നമ്മുടെ കരളിൽ ഗ്ലൂക്കോസ് ഏത് രൂപത്തിലാണ് സംഭരിച്ചിരിക്കുന്നത്? ഗ്ലൈക്കോജൻ. ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ് കണരോഗമുണ്ടാകുന്നത്? വിറ്റാമിൻ ഡി. എല്ലിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു? കാൽസ്യം ഫോസ്ഫേറ്റ്. ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആരാണ്? ലൂവൻ ഹുക്ക്. എയ്ഡ്സുമായി ബന്ധപ്പെട്ട റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് ആരാണ്? വിഷ്വൽ എയ്ഡ്സ്.
ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഗൊനാഡ് ഗ്രന്ഥി. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ചികിത്സാ രീതി ഏത് രോഗത്തിനുള്ളതാണ്? അതിസാരം. NEVA നെവ ടെസ്റ്റ് ഏത് രോഗം നിർണയിക്കുന്നതിനാണ് നടത്തുന്നത്? എയ്ഡ്സ്. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. ഹെർപ്പറ്റോളജി എന്തിനെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ്? ഉരകങ്ങളെ. മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശത്താൽ നിർമ്മിക്കപ്പെടുന്ന ഒരു ജീവകം D. വർണ്ണാന്തതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത വർണ്ണങ്ങൾ ചുവപ്പ്, പച്ച. വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക്. ഏറ്റവും ബുദ്ധിയുള്ള കടൽ ജീവി ഡോൾഫിൻ. സങ്കരയിനം നെല്ല് വികസിപ്പിച്ചെടുത്ത നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പട്ടാമ്പി. ഉറുമ്പിന്റെ ശരീരത്തിൽ അടങ്ങിയ ആസിഡ് ഫോർമിക് ആസിഡ്. ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമേതാണ്? നിലക്കടല. സംസ്ഥാന സർക്കാർ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് കർഷകോത്തമ. പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ ആൻസർ നോട്ട് ക്ലിയർ. മയോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണ്. സസ്യങ്ങളുടെ മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകല പാരൻഖൈമ. രക്തത്തിൽ നിന്ന് മൂത്രം വേർതിരിച്ചെടുക്കുന്നത് വൃക്കാധമനികൾ ആണ്. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം 639. അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഘടകവർണ്ണങ്ങൾ ചുവപ്പും പച്ചയും. പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സംക്രമണ സാധ്യതയുള്ള രോഗം കുഷ്ഠം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓടക്കാലി. മാട്ടുപ്പെട്ടിയിലെ ഇൻഡോസിസ് പ്രൊജക്ട് വികസിപ്പിച്ചെടുത്ത സങ്കരയിനം പശു ഏതാണ്? സുനന്ദിനി. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. തലച്ചോറിനെ ബാധിക്കുന്ന രോഗം മെനിഞ്ചൈറ്റിസ്. ട്യൂമറുകളുടെ കുറിച്ചുള്ള പഠനം ഓൺകോളജി. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ORS ലായനികളുടെ ചേരുവകളിൽ പെടാത്തത് ഏതാണ്? പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ്. ഉത്തരം സോഡിയം കാർബണേറ്റ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിന്റെ ഇനാമൽ. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സുക്രോസ്. ഹരിതശ്രീ പദ്ധതിയുടെ ലക്ഷ്യം പച്ചക്കറി അധികോൽപാദനം. തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിലമ്പൂർ. രക്തത്തിൽ കാൽസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ടെറ്റനി. കെരാറ്റിൻ എന്ന പദാർത്ഥം ഉള്ളത് ചർമ്മത്തിൽ. നെഫ്രോൺ ഏത് ശരീരഭാഗമാണ്? നെഫ്രോൺ ഏത് ശരീരഭാഗത്താണ്? വൃക്കയിൽ.
ബലൂണുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ. വളരെ വേഗം വളരുന്ന ഒരു വൃക്ഷം മുള. മാങ്ങയുടെ ശാസ്ത്രീയ നാമം മഗ്നിഫെറ ഇൻഡിക. ശരീരത്തിലെ രാസപരീക്ഷണശാല കരൾ. ചെടിയുടെ വളർച്ച അറിയാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ക്രെസ്കോഗ്രാഫ്. മുട്ട ഉൽപാദനത്തെ സൂചിപ്പിക്കുന്നത് ഏത്? സിൽവർ റവല്യൂഷൻ. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന ഒരു സസ്യം കരിമ്പ്. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും രൂപത്തെക്കുറിച്ചുള്ള പഠനം മോർഫോളജി. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നത് മണ്ണിര. ഒരില മാത്രമുള്ള സസ്യം വാഴ. വാട്ട്? സംതിങ് റോങ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആദ്യമായി തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ. വിറ്റാമിൻ കെ എന്തിന് സഹായിക്കുന്നു? രക്തം കട്ട പിടിക്കാൻ. പാലിനെ തൈരാക്കുന്ന സൂക്ഷ്മാണു ബാക്ടീരിയ. ചിക്കൻ ഗുനിയയ്ക്ക് കാരണമാകുന്ന വൈറസിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലംസ് ഡെൽ. പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചത്. പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്ന ബഹുമതിക്ക് അർഹനായത് ആരാണ്? ഹിസ് മാർക്ക്. ഈ രോഗം കരളിനെയാണ് ബാധിക്കുന്നത്. ഡയാലിസ്, ത്രോംബോസിസ്, സിറോസിസ്, ലെപ്റ്റോപിറോസിസ്. ഉത്തരം സിറോസിസ്. ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഡാർവിൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ യഥാർത്ഥ മത്സ്യം ഏത്? സ്റ്റാർഫിഷ്, ഫ്ലൈങ് ഫിഷ്, കട്ടിൽ ഫിഷ്, ജെല്ലി ഫിഷ്. ഉത്തരം കട്ടിൽ ഫിഷ്. ഏത് മരത്തിന്റെ കായാണ് ലാറ്റസ് എന്നറിയപ്പെടുന്നത്? റബ്ബർ. ഫ്രഷ് വുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. ജനിച്ചാലുടൻ കുട്ടികൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ പ്രതിരോധം കൊളസ്ട്രം അടങ്ങിയ മുല. മനുഷ്യരിൽ ഗർഭകാലം എത്ര ദിവസം? 280. ORSന്റെ പൾസ് പോളിയോ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം പോളിയോ നിർമ്മാർജ്ജനം.